ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇത് കാണിക്കുന്നത് ഒരു ബയോ കമ്പോസ്റ്റ് പിന്നാണ്. ഞങ്ങൾക്കത് ഇന്നാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് ഞാൻ ഒരു 1 ഇയർ മുമ്പ് ഇതുപോലെ പഞ്ചായത്തിൽ എഴുതി കൊടുത്തിരുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച പാസ്സായി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി പൈസ കെട്ടിയിട്ട് വന്നു. 175 റുപ്പീസാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പോയി ടിക്കയും മൂന്നും കൂടി പോയിട്ട് എടുത്തിട്ട് വന്നു. ഇന്നാണ് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പോയി എടുത്തിട്ട് വന്നു. ഇതിൽ 3 ബക്കറ്റ്, 3 ചെറിയ ലിഡ്, ഒരു ഹോൾ വരുന്ന ലിഡ്, പിന്നെ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിഡ്, അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ താഴത്തൊരു ബക്കറ്റുകൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രേയും അതിൽ വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേയും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ട്രേ വയ്ക്കുക, അതിൻ്റെ അടിയിലേക്ക് വെള്ളം കളക്ട് ചെയ്യുന്ന ട്രേ വയ്ക്കുക, ഫസ്റ്റ് ബക്കറ്റ് വെക്കുക, പിന്നെ അതിന് ശേഷം മൂടിയിട്ടിട്ട് അടച്ച് വെക്കുക. നമ്മുടെ ആദ്യം തന്നെ ഇതിടുന്ന സമയത്ത് നമുക്കിതിലൊരു ചാക്ക് നോക്കലും കൂടി കിട്ടുന്നുണ്ട്, ഒരു പൊടിയാണ്, ആ പൊടി കിട്ടും. അപ്പോൾ അത് കുറച്ചിട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഇല്ലാത്ത ഫുഡ് വേസ്റ്റ് വേണം ഇടാൻ. മാക്സിമം വെള്ളം നമ്മൾ ഇതിൽ ആക്കാതിരിക്കുക, കാരണം കമ്പോസ്റ്റ് ആയി കിട്ടാൻ ടൈം എടുക്കും വെള്ളം ഉണ്ടെങ്കിൽ. അപ്പോൾ അടുക്കള വേസ്റ്റ് ആകുമ്പോൾ സമയത്ത് നമുക്ക് വെള്ളം ഇല്ലാണ്ട് പറ്റില്ല. ഇറച്ചി മീനൊക്കെ ആകുമ്പോൾ വെള്ളം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ മാക്സിമം ഇല്ലാതെ ആക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അത് ഇതിൽ ഇട്ട് വെക്കുക. ഇട്ട് വെച്ചതിന് ശേഷം അതിന് മുകളിൽ കുറച്ചും കൂടി നോക്കലും ഇട്ട് കൊടുക്കുക, പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഈ പൊടി തീർന്നാൽ പേടിക്കേണ്ടതില്ല. നമ്മുടെ ഫസ്റ്റ് ബക്കറ്റ് നിറഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ബക്കറ്റ് വെക്കും, അത് കഴിഞ്ഞ് പിന്നെ തേർഡ് ബക്കറ്റ്, അങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോൾ അപ്പോഴത്തേക്ക് ഈ താഴത്തുള്ള ബക്കറ്റിലുള്ളത് കമ്പോസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ കമ്പോസ്റ്റ് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് നോക്കലായിട്ട് പിന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പിന്നെ അടുത്ത തവണ വേസ്റ്റ് ഇടുമ്പോൾ ഇത് വാങ്ങിക്കേണ്ടതില്ല, നമുക്ക് ഇതന്നെ ഇതിന് മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 3-4 ദിവസം കൂടുമ്പോൾ ഇതൊരു കോലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിൽ വെള്ളം നിറയും. വെള്ളം ഈ ട്രേയിൽ നിറയുന്ന സമയത്ത് അപ്പഴക്കപ്പളെ അത് മാറ്റുക, ഒന്നില്ലെങ്കിൽ അതൊരു പാത്രത്തിലേക്ക് ബക്കറ്റിലേക്ക് ഒന്ന് മാറ്റി വെച്ചാൽ മതി. നല്ലൊരു വളമാണത്, ചെടികൾക്ക് പറ്റിയ നല്ലൊരു വളമാണ്. അപ്പോൾ ഇത് ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് യൂസ് ചെയ്താൽ പുഴുക്കേട് വരിക, അതുപോലെ പൂങ്കായൊക്കെ ഉണ്ടാവാൻ കുറച്ച് വൈകുന്ന ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല വളം തന്നെയാണ്. അപ്പോൾ നമുക്കത് അതിലേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനും യൂസാണ്. നമ്മുടെ ആ ഒരു വേസ്റ്റിലുള്ള വെള്ളം പോയി കിട്ടുകയും ചെയ്യും. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം, വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ല് വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇതിപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ഉള്ള വേസ്റ്റ്, അതിൽ കുറച്ച് വെള്ളത്തോടു കൂടിയുള്ള വേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് കുറച്ച് പൊടിയിട്ട്, പിന്നെ അതുപോലെ കുറച്ച് വേസ്റ്റ് ഇട്ട്, പിന്നെ ഞാനത് കുറച്ചും കൂടി പിന്നോക്കിലിട്ടിട്ട് അത് അടച്ച് വെച്ചു. ഇനി ഇത് ഫുള്ള് നിറഞ്ഞിട്ട് വേണം അടുത്ത ബക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ പ്രോസസ്സ് കഴിഞ്ഞ് 3 ബക്കറ്റ് നിറഞ്ഞ് കമ്പോസ്റ്റ് ആയി കിട്ടിയതിന് ശേഷം ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൻ്റെ യൂസർ മാനുവൽ ഇതിന് ഞാൻ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് എഴുതുന്നതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കമ്പോസ്റ്റ് കിട്ടും. ചെടികൾക്കായാലും നമ്മുടെ വേസ്റ്റ് കളയാനായാലൊക്കെ നല്ല ഉപയോഗമുള്ള സാധനമാണ്. അപ്പോൾ വേണ്ടവർ പഞ്ചായത്തിൽ എഴുതി കൊടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും വേസ്റ്റ് ഇടാനുള്ള സൗകര്യം വളരെ കുറവായിട്ട് വരികയാണ്, കാരണം ഇപ്പോൾ തൊടിയും പറമ്പും അങ്ങനത്തെ ഒന്നും ഇല്ല. അപ്പോൾ ഇത് നല്ലൊരു ഉപയോഗം. പിന്നെ എല്ലാവർക്കും ചെടികൾ നടത്തി വളർത്താനും പൂക്കളുള്ള ചെടികൾ, അതുപോലെ അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാകും. അപ്പോൾ അവർക്ക് നല്ലൊരു വളം തന്നെയാണ്. അതിന് പുറത്തുനിന്ന് വളമൊന്നും വാങ്ങിക്കേണ്ടി വരില്ല. അപ്പോൾ എല്ലാവരും ഇത് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയാലും ഇഷ്ടമായാലും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.